ഹലോ നമസ്കാരം. കോഴിക്കോട് ഫുഡ് പ്രിന്റിന്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലെ എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് വീണ്ടും ഊട്ടി തന്നെയാണ്. ഊട്ടി ബൊട്ടാണിക്കൽ ഗാർഡനിൽ തൊട്ടടുത്ത് തന്നെ വളരെ ബഡ്ജറ്റ് കുറവിൽ നിൽക്കാൻ പറ്റിയ ഒരു സ്റ്റേ ആണ്. ശരിക്കും പറഞ്ഞാൽ ഊട്ടിയിൽ ഇത്ര ബഡ്ജറ്റ് കുറവിൽ നിൽക്കാൻ പറ്റുന്നത് ഒരു എന്താ പറയുക ലക്ഷറി ഹെറിറ്റേജ് സ്റ്റേ മറ്റെവിടെ ഉണ്ടായിരുന്ന ഉറപ്പാണ്. ഒരു പഴയ ബിൽഡിംഗൊക്കെയാണ് സംഭവിച്ചത് പറഞ്ഞത്, പക്ഷേ അതിനുള്ളിലുള്ള ആ ഒരു ആംബിയൻസും കാര്യങ്ങളും അടിപൊളിയാണ്. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് മുന്നിൽ ആദരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാഴ്ചയിലേക്ക് കിടക്കാം. ചെറിയൊരു യാത്രാ വിവരണ വീഡിയോ ആയിട്ട് ഇന്നത്തെ വീഡിയോ തുടങ്ങാം കേട്ടോ. ചെറിയൊരു യാത്രയാണ്, പെട്ടെന്നുള്ളൊരു യാത്ര കൂടിയാണ്. ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ, ഈ ഒരു വീഡിയോ യാതൊരുവിധ പെയ്ഡ് പ്രൊമോഷനല്ല കേട്ടോ. ഞങ്ങൾ 2 ഫാമിലി അവിടെ പോയി താമസിച്ച ഞങ്ങളുടെ അനുഭവമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഊട്ടി പോലുള്ള ഒരു വളരെ വലിയ ടൂറിസ്റ്റ് പ്ലേസുകളിൽ എപ്പോഴും നമ്മൾ ഫേസ് ചെയ്യുന്ന വളരെ വലിയൊരു പ്രശ്നമാണ് അവിടുത്തെ റൂമിൻ്റെ വാടക. നമ്മൾ ചെറിയ ഹോട്ടലിൽ താമസിക്കാൻ പോയാലും വളരെ വലിയ റേറ്റാണ് അവർ പറയാം. ആ ഒരു സമയത്ത് നമുക്ക് വളരെ കുറഞ്ഞ നിരക്കിൽ എങ്ങനെ ഊട്ടിയിൽ സ്റ്റേ ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ആണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. ഊട്ടിയിലുള്ള മറ്റ് സ്റ്റേകളിൽ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇത്രത്തോളം കുറഞ്ഞ നിരക്കിൽ, അതും ഈ ഒരു സൗകര്യത്തോടു കൂടി കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വളരെ വലിയ കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് ഏതൊരാളും പോകുന്ന സമയത്ത് ഊട്ടിയിൽ നമ്മളെ ഏറ്റവും കൂടുതൽ ആളുകൾ അന്വേഷിക്കുന്ന ഒരു കാര്യമാണ് ബഡ്ജറ്റിലുള്ള ഒരു സ്റ്റേ ഉണ്ടോയെന്നും. ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്രദമാകുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഈ ഒരു സ്റ്റേക്ക് ഞങ്ങൾക്ക് ചിലവായ എത്ര രൂപയാണെന്നുള്ളത് ഈ വീഡിയോൻ്റെ അവസാനം പറയട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പോകുന്ന ഈ ഒരു സ്റ്റേയുടെ പേര് ക്ലബ് ഹൗസ് ഊട്ടി എന്നാണ്. ഊട്ടി ബൊട്ടാണിക്കൽ ഗാർഡനിൽ നിന്നൊരു 100 മീറ്റർ നടക്കാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ നമ്മുടെ ഈ സ്റ്റേയിലേക്ക്. മാത്രമല്ല ഊട്ടി ടൗണിൽ തന്നെയാണ് ഇത്രത്തോളം കുറഞ്ഞ നിരക്കിൽ നമുക്കൊരു സ്റ്റേ കിട്ടുന്നത് എന്നുള്ളത് വളരെ വലിയ സംഭവം തന്നെയാണ്. ഇത്രത്തോളം കുറഞ്ഞ റേറ്റിൽ ഊട്ടിയിൽ ഈ ഒരു കാലാവസ്ഥയിൽ ഈ ഡിസംബർ മാസത്തിൽ ലഭിക്കുക എന്ന് പറഞ്ഞാലേ അത് വളരെ വലിയ സംഭവം തന്നെയാണ്. മറ്റെവിടെയും ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഡയറക്റ്റ് നമുക്ക് ഈ ഒരു ആംബിയൻസിൽ ഇത്രത്തോളം അമിറ്റീസും ഇത്രത്തോളം സൗകര്യങ്ങളുള്ള ഈ ഒരു റോയൽ ലുക്കുള്ള ഈ ഒരു സ്റ്റേ നമുക്ക് മറ്റൊരു സ്ഥലത്തും സ്റ്റേ ലഭിക്കില്ലെന്ന കാര്യത്തിൽ 100% ഗ്യാരണ്ടിയാണ്. പിന്നെ മറ്റൊരു കാര്യം പ്രത്യേകം എടുത്ത് പറഞ്ഞാട്ടെ, ഈ ഒരു റൂം കുറച്ച് പഴകിയ റൂമാണ്. പഴകിയ റൂമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബിൽഡിങ്ങൊക്കെ നല്ല പഴക്കമുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയ പോരായ്മകളൊക്കെ ഉണ്ട്. പക്ഷേ ആ പോരായ്മ വൃത്തിയിലോ ക്ലീനിങ്ങിലോ അവരുടെ സർവീസിലോ ഒന്നുമില്ല. ഇതിൻ്റെ കെയർ ടേക്കർ സർവീസ് നമ്മൾ പ്രത്യേകം എടുത്ത് പറയണം. നമ്മൾ എന്താവശ്യം പറഞ്ഞാലും അദ്ദേഹം നമുക്ക് വേണ്ടി ചെയ്തു തരാൻ തയ്യാറാണ്. പിന്നെ കാലപ്പഴക്കത്തിൻ്റെ ചെറിയ പോരായ്മകളൊക്കെ ബിൽഡിങ്ങിലുണ്ട്. അത് നമ്മൾ പ്രത്യേകം ഇതിലെടുത്ത് പറയേണ്ടത്. പിന്നെ ഇവിടുത്തെ റോയൽ ലുക്കിൽ തന്നെയാണ് ഇവിടുത്തെ ഫർണിച്ചറും മറ്റുള്ള എല്ലാ സൗകര്യങ്ങളും, കർട്ടൻസും, അവിടുത്തെ എല്ലാ സംഭവങ്ങളും. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു കൊട്ടാരത്തിൽ താമസിക്കുന്ന ഫീലാണ് നമുക്ക് നൽകുന്നത്. കൂടാതെ ഇവിടുത്തെ ബെഡ് ക്യൂൻ സൈസ് ബെഡാണ്. പിന്നെ പ്രത്യേകം നമ്മൾ എടുത്ത് പറയേണ്ട കാര്യം, ഇവിടുത്തെ ഏറ്റവും കുറഞ്ഞ റേറ്റിൽ നമുക്ക് ഒരു സ്റ്റേ കിട്ടാൻ പ്രധാനപ്പെട്ട കാരണം ഇതൊരു ചാരിറ്റിയാണ് നടത്തുന്നത്. നമ്മൾ മറ്റേതൊരു റിസോർട്ടിലോ മറ്റൊരു ഹോം സ്റ്റേയിലോ നമ്മൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ലാഭം അല്ലെങ്കിൽ അതിൻ്റെ ഒരു വിഹിതം നമ്മളൊരു വ്യക്തിയിലേക്ക് പോകുന്ന സമയത്ത് ഇതൊരു ചാരിറ്റിയിലേക്കാണ് പോകുന്നത്. നമ്മൾ മറ്റൊരു സ്റ്റേയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ സ്റ്റേ ബുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന പൈസ ഒരു ചാരിറ്റിയിലേക്ക് പോകുന്നു എന്നുള്ളത് നമുക്കൊരു സന്തോഷം തരുന്നൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ടായിരിക്കാം ഇതിൻ്റെ എമൗണ്ട് ഇത്രത്തോളം കുറഞ്ഞിട്ട്, അതായത് ഇതിൻ്റെ ലാഭവിഹിതം അവരെടുക്കുന്നില്ല. അവർക്ക് കിട്ടുന്ന ആ ഒരു പണം അവർ ചാരിറ്റിയിലേക്ക് കൊടുക്കുന്നു.
പിന്നെ ഈ ഒരു സ്റ്റേൻ്റെ തൊട്ടടുത്തൊരു ക്ഷേത്രമുണ്ട്. രാവിലെ തന്നെ എണീക്കുന്ന സമയത്ത് അവിടെ കോലം വരയ്ക്കുന്നതും തമിഴ്നാട് രീതിയിലുള്ള ചില ആചാരങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ എന്ന് കരുതി നമ്മുടെ സ്റ്റേൻ്റെ പ്രൈവസിനെ അതൊട്ടും ബാധിക്കുന്നില്ല. ഒരാളുകളും നമ്മളെ ശല്യം ചെയ്യാനോ നമ്മളെ സ്റ്റേയിലേക്ക് വരാനോ അവിടെ വരുന്നില്ല. പിന്നെ കൂടാതെ ഇവിടെ സിംഗിൾ റൂം അല്ലാതെ ഡബിൾ ബെഡ് വരുന്ന റൂമുകളും ഇവിടെ ഉണ്ട്. ഫാമിലി അല്ലാതെ ബാച്ചിലേഴ്സ് പോകുന്ന സമയത്ത് അവർക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് ഒരുമിച്ച് അടിച്ച് പൊളിക്കാൻ പറ്റിയ റൂമുകളും ഇവിടെയുണ്ട്. പിന്നെ ഇവിടെ നിൽക്കുന്ന ആളുകൾക്ക് ഭക്ഷണം കിട്ടുന്ന കാര്യത്തെപ്പറ്റി യാതൊരുവിധ ടെൻഷൻ്റെ ആവശ്യമില്ല. സൊമാറ്റോ പോലുള്ള സ്ഥലങ്ങളിൽ ബുക്ക് ചെയ്താൽ ഡെലിവറി ഉണ്ട്. കൂടാതെ നമുക്ക് നേരിട്ട് പോയി കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ റൂമിൽ നിന്ന് ജസ്റ്റ് പുറത്തിറങ്ങി വലത്തോട്ടേക്ക് ഒരു 100 മീറ്റർ നടന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ചെറിയൊരു ഹോട്ടലുണ്ട്. അവിടെ കയറി നമുക്ക് ഭക്ഷണം കഴിക്കാം. മറ്റുള്ള ഹോട്ടലുകൾ കമ്പയർ ചെയ്യുമ്പോൾ അവിടെ കുറഞ്ഞ റേറ്റിലാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. കേരള സ്റ്റൈലിലുള്ള ഭക്ഷണങ്ങളും തമിഴ്നാട് സ്റ്റൈലിലുള്ള ഭക്ഷണങ്ങളൊക്കെ അവിടെ ലഭിക്കുന്നുണ്ട്. നമുക്ക് ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. അങ്ങനെ കുറച്ച് നേരങ്ങൾക്ക് ശേഷം ഞങ്ങൾ ഊട്ടി ടൗണൊന്ന് കറങ്ങി കാണാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ ആദ്യം ഞങ്ങൾ പോയത് ഊട്ടി ലേക്കിലേക്കാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ ഒരു കുതിര സവാരി നടത്തി. ആദ്യമായിട്ട് കുതിരപ്പുറത്ത് കയറുന്നതിൻ്റെ എല്ലാ പേടിയും ഭാര്യയുടെ മുഖത്തുണ്ടായിരുന്നു. എന്തായാലും കുതിരപ്പുറത്ത് കയറിയതിൻ്റെ ഒരു ക്യൂരിയോസിറ്റിയും ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഞങ്ങൾ കുറച്ച് ദൂരം കുതിരപ്പുറത്ത് യാത്ര നടത്തി. ശേഷം ഞങ്ങളെ കൂടെയുള്ള ഫാമിലി ഞങ്ങളെല്ലാവരും ഊട്ടി ലേക്കിലും ബൊട്ടാണിക്കൽ ഗാർഡനിലും ഊട്ടി ടൗണിലൊക്കെ നടന്ന് അതിന് ശേഷം വൈകിട്ട് ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് പോയി. ഈ ഒരു സ്റ്റേക്ക് ഞങ്ങൾക്ക് ചിലവായത് ഒരു ഫാമിലിക്ക് 1500 രൂപയാണ്. അപ്പോൾ അത് കിട്ടിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ പെട്ടെന്നുള്ള യാത്രയായിരുന്നു ഞങ്ങൾ തീരുമാനിച്ചത്. ഞങ്ങൾ പോകുന്നതിൻ്റെ തലേ ദിവസം ഗോയബൈബോയിലും അങ്ങനെ ഒരുപാട് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ഞങ്ങൾ പല റിസോർട്ടുകൾ തപ്പി അവസാനം അങ്ങനെ യാദൃശികമായിട്ട് ഞങ്ങൾക്ക് കിട്ടിയ ഒരു ഓഫറാണ് 1500. അപ്പോൾ സ്പോട്ടിൽ കണ്ട അപ്പം തന്നെ ഞങ്ങൾ കയറി ബുക്ക് ചെയ്ത് അങ്ങോട്ട് ലോക്ക് ചെയ്തു. അങ്ങനെ ഞങ്ങൾ അവിടെ പോയിട്ടാണ് ഈ ഒരു സ്റ്റേ എടുത്തത്. ഇത് നിങ്ങൾ പോകുന്ന സമയത്ത് ചിലപ്പം റേറ്റ് വേരിയേഷൻ വന്നേക്കാം. അതുകൊണ്ട് ഇതിൽ ഞാൻ അതിൻ്റെ കെയർ ടേക്കർ നമ്പർ ഇവിടെ കൊടുക്കാം. ആ നമ്പറിൽ ഡയറക്റ്റ് വിളിച്ചിട്ട് ബുക്ക് ചെയ്തിട്ട് പോവുക. ഡയറക്റ്റ് വിളിക്കുമ്പോൾ വേറൊരു ഗുണം കേട്ടോ, റേറ്റ് മാക്സിമം അവർ കുറച്ച് തരും. പിന്നെ വിളിക്കുന്ന സമയത്ത് ഞങ്ങളുടെ പേര് പറയുകയാണെങ്കിൽ ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ടും കിട്ടും. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ആളുകൾ മറ്റുള്ള ആളുകൾക്കും ഉപകാരമാകാൻ വേണ്ടിയിട്ട് അവർക്കും ഷെയർ ചെയ്യാൻ വേണ്ടി പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ള പുതിയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.